So in this video, I am going to discuss about how to get admission in Gandhigram Rural Institute, Dindigul. 2024 ജൂൺ മാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അതിന് മുന്നേ CUET എക്സാം എഴുതി. CUET എക്സാമിൽ PG കാറ്റഗറിയിലുള്ള BEd ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എക്സാം എഴുതി. അതിനുശേഷം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ പുറത്ത് ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടിയില്ല. എനിക്ക് അവസാനമായിട്ട് കിട്ടിയതാണ് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദിണ്ടിഗലിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് CUET എഴുതിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പഠിക്കാവുന്നതാണ്. ഒരുപാട് കോഴ്സുകളുണ്ട്, നമ്മളെ നാട്ടിലില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് ഇവിടെ. ഞാൻ BEd ആയതുകൊണ്ട് തന്നെ BEdനെ പറ്റി ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ BSc BEd എന്നും നോർമൽ BEd എന്നും അങ്ങനെ 2 ടൈപ്പ് ഓഫ് BEd ആണുള്ളത്. +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളതാണ് BSc BEd. അതുപോലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PG കഴിഞ്ഞവർക്കായിട്ട് 2 വർഷത്തെ BEdഉം നോർമൽ BEdഉം ആണുള്ളത്. അതിൽ ഫിസിക്കൽ സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്. സോഷ്യൽ സയൻസും തമിഴും ഇംഗ്ലീഷും ഒഴിച്ചുള്ള മറ്റ് ലാംഗ്വേജുകൾ മാത്രമാണ് ഇവിടെ ഇല്ലാത്തത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ മറ്റു പല യൂണിവേഴ്സിറ്റികൾക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും ഗാന്ധിഗ്രാമിനുണ്ട്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപേ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് കൺട്രോളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരിക്കലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് കരുതരുത്. പ്രൊമോട്ടിംഗ് ഗാന്ധിയൻ ഐഡിയോളജീസ് എന്നതിലുപരി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ലക്ഷ്യം. ദിണ്ടിഗൽ സിറ്റിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഉള്ളിലാണ്, നമ്മൾ മധുരയിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഗ്രീനറിയും ഓപ്പൺ സ്പേസസും ട്രഡീഷണൽ ആർക്കിടെക്ചറും ഒക്കെ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, PhD, ഡിപ്ലോമ, പോസ്റ്റ് ഡോക്ടറൽ തുടങ്ങി 81 റെഗുലർ അക്കാഡമിക് പ്രോഗ്രാംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ സയൻസ്, ഹെൽത്ത് സയൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെൻറ്റ് സ്റ്റഡീസ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ CUET എക്സാം വഴിയാണ് എല്ലാ അഡ്മിഷൻസും എടുക്കുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ അവർ പ്രിയപ്പെട്ട ക്യാൻറ്റീൻ. ഇതാണ് GRIയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാൻറ്റീൻ. ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും. ഇപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് വർക്കുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. ഇതാണ് ഗാന്ധിഗ്രാമിൻ്റെ ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ. ഞാൻ പുറത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവരാത്തത് കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ഹോസ്റ്റലിന് ഫുഡ് കൊണ്ടുതരികയാണ്. ആൻഡ് ദിസ് ഈസ് ഷൈനിക, ദിസ് ഈസ് അനുമോൾ. അത്രയൊക്കെ ഉള്ളൂ GRIനെ പറ്റിയിട്ട്. ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ.